നിലമ്പൂരിന്റെ വികസന മുരടിപ്പിനെതിരെ മുസ്ലിം ലീഗ് സമരസംഗമം നാളെ ഉച്ചയ്ക്ക് 2 മുതൽ നിലമ്പൂർ ടൗണിൽ പഴയ ബസ് സ്റ്റാൻഡ് കെട്ടിടത്തിൽ നടക്കുന്ന സംഗമം മുസ്ലിം ലീഗ് ജില്ലാ ജനറൽ സെക്രട്ടറി പി അബ്ദുൽ ഹമീദ് MLA ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. മുസ്ലിം ലീഗ് നിലമ്പൂർ നിയോജകമണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് സമര സംഗമം സംഘടിപ്പിക്കുന്നത്. PV അബ്ദുൽ വഹാബ് MP, DCC പ്രസിഡന്റ് VS ജോയ്, KPCC ജനറൽ സെക്രട്ടറി ആര്യാടൻ ഷൗക്കത്ത്, ഇസ്മായിൽ മൂത്തേടം എന്നിവർ പങ്കെടുക്കും. നിലമ്പൂർ മണ്ഡലത്തിലെ ജനങ്ങളെ ഗുരുതരമായി ബാധിക്കുന്ന ഒട്ടേറെ വിഷയങ്ങളിൽ MLAയുടെയും നിലമ്പൂർ നഗരസഭയുടെയും കെടുകാര്യസ്ഥത വ്യക്തമാണെന്നും ഇതിനെതിരെയുള്ള സൂചനയാണ് സമരസംഗമമെന്നും നേതാക്കൾ പറഞ്ഞു. UDF ഭരണകാലത്ത് വലിയ പദ്ധതിയായി കൊണ്ടുവന്ന നിലമ്പൂർ ബൈപ്പാസ് ഒരടി പോലും മുന്നോട്ട് കൊണ്ടുപോകുവാൻ ഇടത് സർക്കാരിനോ MLAയ്ക്കോ കഴിഞ്ഞിട്ടില്ല. നിലമ്പൂരിലെ ഗവൺമെൻറ് കോളേജിന് സ്വന്തമായി സ്ഥലമോ കെട്ടിടമോ നിർമ്മിക്കുവാൻ ഇനിയും സാധിച്ചിട്ടില്ല. 5 കോടി ചെലവഴിച്ച് നിർമ്മാണത്തിലിരിക്കുന്ന ടൗൺ നവീകരണം എവിടെയും എത്തിയിട്ടില്ല. ആളുകളെ പറഞ്ഞ് പറ്റിക്കുന്നതല്ലാതെ കാര്യമായ ഒരു പ്രവർത്തനവും MLAയുടെ ഭാഗത്തു നിന്നും നഗരസഭയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നില്ലെന്നും നേതാക്കൾ പറഞ്ഞു. വാർത്താസമ്മേളനത്തിൽ നിയോജകമണ്ഡലം പ്രസിഡന്റ് CH ഇക്ബാൽ, ജനറൽ സെക്രട്ടറി മച്ചിങ്ങൽ കുഞ്ഞു, മുനിസിപ്പൽ പ്രസിഡന്റ് അബ്ദുട്ടി പൂളക്കൽ, ജനറൽ സെക്രട്ടറി നാണിക്കുട്ടി കുമ്മഞ്ചേരി എന്നിവർ പങ്കെടുത്തു. നിലമ്പൂർ നിയോജകമണ്ഡലത്തിൽ കഴിഞ്ഞ 8 വർഷമായി നടന്നുവരുന്ന വികസന മുരടിപ്പും UDF ഗവൺമെൻറ് കാലത്ത് കൊണ്ടുവന്ന പദ്ധതികളെ അട്ടിമറിച്ചുള്ള മുന്നോട്ട് പോക്കും ഇത് നിലമ്പൂർ മണ്ഡലത്തിൻ്റെ വികസന കാര്യങ്ങളിൽ 8 വർഷം പുറകോട്ട് കൊണ്ടുപോയി എന്ന് മാത്രമല്ല, ഈ 8 വർഷക്കാലം കൊണ്ട് നമുക്ക് ലഭിക്കേണ്ടിയിരുന്ന ഒരുപാട് പദ്ധതികളും അവസരങ്ങളും നഷ്ടപ്പെടുത്തി നിലമ്പൂരിനെ വികസന കാര്യങ്ങളിൽ വളരെ തകർച്ചയിലേക്ക് എത്തിച്ച ഇടതുപക്ഷ ഗവൺമെന്റിനെതിരെയും PV അൻവർ MLAയ്ക്കെതിരെയുമുള്ള ജനകീയമായ പ്രക്ഷോഭങ്ങളുടെ ആരംഭം കുറിച്ചുകൊണ്ട് നാളെ ഉച്ചയ്ക്ക് 2 മണി തൊട്ട് വൈകുന്നേരം 6 മണി വരെ മുസ്ലിം ലീഗിന്റെ നിയോജകമണ്ഡലം കമ്മിറ്റി സംഘടിപ്പിക്കുന്ന സമരസംഗമം എന്ന പരിപാടി നടക്കുകയാണ്. A+ വിഷൻ, നിലമ്പൂർ.